മേഖലയിൽ പൊട്ടിത്തെറിയുണ്ടാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും തുടർ വിവാദങ്ങൾക്കുമിടയിൽ മോഹൻലാൽ ആദ്യമായി പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന കേരള ക്രിക്കറ്റ് ലീഗ് പരിപാടിക്ക് ശേഷമായിരുന്നു മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടത്. ദൌർഭാഗ്യകരമായ കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടി വന്നതിൽ വേദനയുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമയിലെ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. സിനിമാ മേഖല ഒന്നാകെയാണ് പ്രതികരിക്കേണ്ടത്. എന്നാൽ അമ്മയ്ക്ക് നേരെയാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. താൻ എവിടെയും ഒളിച്ചോടിയിട്ടില്ല എന്നും മോഹൻലാൽ പറഞ്ഞു. സിനിമാ പീഡന വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സർക്കാർ ഒരു അമാന്തവും കാണിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ല. ഭരണപക്ഷ MLA-ക്കെതിരെ വരെ കേസെടുത്ത് മുന്നോട്ടു പോകുന്ന സർക്കാർ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് കണക്കുകൾ നിരത്തി ഗോവിന്ദൻ വ്യക്തമാക്കി. ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ കുറ്റവിമുക്തനായാൽ തിരിച്ചുവരവിന് അവസരമുണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കി. BJP ബന്ധത്തിലുള്ള വിവാദത്തിലാണ് പാർട്ടിയുടെ അച്ചടക്ക നടപടി. TP രാമകൃഷ്ണനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. നടപടിയിൽ പ്രതികരിച്ച് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ EP കണ്ണൂരിലേക്ക് പോയി. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. BJP പ്രവേശനത്തിൽ EP-യുമായി 3 വട്ടം ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച പുറത്തറിഞ്ഞത്. നടന്മാരായ സുധീഷ്, ഇടവേള ബാബു എന്നിവർക്കെതിരെ ലൈംഗിക അധിക്ഷേപത്തിന് കേസെടുത്തു. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 354A വകുപ്പ് പ്രകാരമാണ് കേസ്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മൊഴിയെടുത്തിരുന്നു. വടക്ക് കിഴക്കൻ അറബിക്കടലിനും പാകിസ്ഥാൻ തീരത്തിനും മുകളിലായി തുടരുന്ന അസ്ന ചുഴലിക്കാറ്റ് നാളെ രാവിലെ വരെ ചുഴലിക്കാറ്റായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നു പോകുന്ന അസ്ന സെപ്റ്റംബർ 2 രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തിനു സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തിന് 500 മെഗാവാട്ടിന്റെ കോൾ ലിങ്കേജ് ലഭിച്ചെന്ന് KSEB. 500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ കൽക്കരി കേന്ദ്ര കൽക്കരി മന്ത്രാലയം കേരളത്തിന് ലഭ്യമാക്കും. ശക്തി B4 പദ്ധതിയുടെ ഭാഗമായാണ് കേന്ദ്രം കേരളത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ വൈദ്യുതോൽപാദനത്തിനായി കൽക്കരി ലഭ്യമാക്കുന്നതെന്നും KSEB അറിയിച്ചു. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 1651 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം. സ്ഥാപന ഉടമയായ TD പ്രതാപൻ, ഭാര്യ ശ്രീന അടക്കം 37 പേരെ പ്രതികളാക്കിയാണ് നടപടി. കുറ്റപത്രവും അനുബന്ധ രേഖകളും അടക്കം 11,500 പേജുള്ള റിപ്പോർട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ കോടതിയിൽ സമർപ്പിച്ചത്. സ്ഥാപന ഡയറക്ടർമാരായ പ്രതാപനും ശ്രീനയ്ക്കുമൊപ്പം 15 പ്രൊമോട്ടർമാരെയും ED പ്രതികളാക്കി. 33.7 കോടി രൂപയുടെ സ്വത്തുക്കൾ അടുത്തിടെ കണ്ടുകെട്ടിയതായി റിപ്പോർട്ടിലുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കോടതികൾ അതിവേഗം തീർപ്പ് കൽപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുട്ടികളുടെ സുരക്ഷയും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാജ്യത്ത് നിരവധി നിയമങ്ങളുണ്ട്. ഇത്തരം സമിതികൾ കൂടുതൽ ശാക്തീകരിക്കപ്പെടുന്നുവെന്നും സ്ത്രീ സുരക്ഷ ഉൾപ്പെട്ട വിഷയങ്ങളിൽ പെട്ടെന്നുള്ള വിധിയുണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താങ്ങുവില നിയമപരമാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ശംഭു അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യവുമായി ഒളിമ്പിക്സ് താരം വിനേഷ് ഫോഗട്ട്. ഡൽഹിയിലേക്കുള്ള കർഷക മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് ഫെബ്രുവരി 13 മുതൽ ശംഭു അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ താരം സന്ദർശിച്ചു. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ തെരഞ്ഞെടുക്കാനിരിക്കെ ഇംഗ്ലീഷ് മണ്ണിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ തകർപ്പൻ സെഞ്ചുറിയുമായി ഒരു യുവതാരം. തമിഴ്നാട്ടിൽ നിന്നുമുള്ള സായി സുദർശൻ എന്ന 22-കാരനാണ് കൌണ്ടി ക്രിക്കറ്റിൽ കന്നി സെഞ്ചുറിയുമായി തിളങ്ങിയത്. കൌണ്ടി ചാമ്പ്യൻഷിപ്പിൽ സറൈക്കായി നോട്ടിംഗ്ഹാംഷെയറിനെതിരെയാണ് സായി സുദർശൻ സെഞ്ചുറി നേടിയത്.